പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ഞാൻ ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ കുടുംബത്തെ യേശുവിൻ്റെ വേലിവളപ്പിൽ സൂക്ഷിക്കുവാൻ തയ്യാറാകുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കുടുംബത്തിന് നാം വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇയ്യോബ് ദൈവഭക്തനായിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവൻ്റെ കുടുംബത്തെ, അവനുള്ളതിനെ മുഴുവൻ ദൈവം വേലിവളപ്പിൽ സൂക്ഷിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ സന്തോഷമായിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ സമാധാനത്തിൽ മുമ്പോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലമുറയ്ക്കോ നിങ്ങളുടെ കുടുംബത്തിനകത്തോ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു രോഗമോ പ്രശ്നമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ പ്രഭാത സന്ദേശത്തിൽ ഞാൻ വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. എഫിൽ തുടങ്ങുന്ന 4 തലങ്ങളെ അല്ലെങ്കിൽ 4 ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. 1 ഫാമിലി, 2 ഫിനാൻസ്, 3 ഫിറ്റ്നസ്, 4 ഫെയ്ത്ത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവിനകത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു നമ്മളെ തകർക്കാൻ നോക്കുന്നത് ഈ 4 കാര്യത്തിലായിരിക്കും. നമ്മുടെ ഫിറ്റ്നസ്സിനെ ശത്രു തകർക്കാം, നമ്മുടെ ഫിനാൻസിനെ ശത്രു തകർക്കാം, നമ്മുടെ ഫെയ്ത്തിനെ ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിയും, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ. എന്നാൽ ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫാമിലിയെ യേശുവിൻ്റെ വേലിവളപ്പിൽ നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ ഈ ബാക്കി 3 കാര്യങ്ങളെയും നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് നിന്നാൽ തിരിച്ചു പിടിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ സമ്പത്ത് മടങ്ങി വരുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ കുടുംബമായി ഒരുമിച്ച് നിന്നാൽ ആരോഗ്യത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ മറ്റ് ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ ഫെയ്ത്ത്, കുടുംബമായി ഒരുമിച്ച് നിന്നാൽ ഭർത്താവ് അല്പമായി പിന്നിലോട്ട് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് വിഷമിച്ചു കഴിഞ്ഞാൽ തക്ക തുണയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബമായി നിൽക്കുന്നെങ്കിൽ അത്ഭുതകരമായി ബലപ്പെടുത്തുവാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഭവനം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങളിലാണ് ചലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് അടങ്ങുന്നതാണ് ഭവനം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയെല്ലാം വനം പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനകത്ത് എല്ലാം ഒന്നിനെ ഒന്ന് ആക്രമിക്കുന്ന നിലയാണ്, ഒന്നിനൊന്ന് വിരോധമായി ചലിക്കുന്നതാണ്. വനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കീഴടക്കി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ആ നിലയിൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ കുടുംബങ്ങളെ നിങ്ങൾ നോക്കണം കേട്ടോ. കുടുംബങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വനതുല്യമായി ജീവിക്കുന്നത് പോലെയാണ്. വാസ്തവമായിട്ടും ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടാതെ അല്ലെങ്കിൽ എല്ലാം ഒരു തകർച്ചയിൽ പോകുന്നത് പോലെയുള്ള അനുഭവമാണ്. ഇതിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം, ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ തനിയിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടുകൊണ്ട് ദൈവമാണ് മനുഷ്യന് തക്ക തുണയുണ്ടാക്കിയും കുടുംബമാക്കുകയും ചെയ്തത്. ആ നിലയിൽ ശ്രദ്ധിക്കാമെങ്കിൽ ദൈവത്തിൻ്റെതായ പണിയെ തകർക്കുവാൻ ശത്രു ഇന്നും ചലിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്,
പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം, നിങ്ങളുടെ ഫിനാൻസ് തകർന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ ഫിറ്റ്നസ് തകർന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ ഫെയ്ത്ത് ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, പഴയ നിയമത്തിൽ തൻ്റെ ഭക്തനായ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നെ കേൾക്കുന്നവരെ, ഇയ്യോബിൻ്റെ പുസ്തകം നാം ശ്രദ്ധിച്ചാൽ സാത്താന് ഇയ്യോബിനെ തൊടാൻ കഴിയാഞ്ഞത് ദൈവത്തിൻ്റെ വേലി വളപ്പിൽ ഇയ്യോബിനെ സൂക്ഷിച്ചതുകൊണ്ടാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക്. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? 10-ാമത്തെ വാക്യം, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്തിൽ പെരുകിയിരിക്കുന്നു. ഇവിടെ സാത്താൻ ഇയ്യോബിനെ കുറിച്ച് പറയാണ്, ഇയ്യോബ് വെറുതെയാണോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനുമൊക്കെയും വേലി കെട്ടി സൂക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുടെ ഈ മണിക്കൂറുകളിൽ കുടുംബത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ ഇന്നലകളിൽ പരാജയം സംഭവിച്ചത് അതെല്ലാം മാറ്റി ഇന്ന് കുടുംബമായി ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകണം. എൻ്റെ കർത്താവ് നിങ്ങളുടെ കുടുംബമായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കുടുംബമായി ബലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ, സന്തോഷത്തെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ നിങ്ങൾക്ക് വീണ്ടും മടക്കി കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഫാമിലിയെ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ വേലി വളപ്പിൽ സൂക്ഷിക്കുവാൻ തയ്യാറാകുക. ഈ പ്രഭാത സന്ദേശം അനേക കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും, അധികത്തിൽ പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് എന്നെ കാണുന്നവർ ഇവർ കുടുംബമായി ഒരു വലിയ ഐക്യതയിലേക്ക്, കുടുംബമായി ഇവർ ഒരുമനപ്പെടുന്ന നിലയിലേക്ക് വരട്ടെ. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായുള്ള ബ്ലെസ്സിങ്ങുകൾ ഇവരുടെ വരട്ടെ. വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദേശത്തിൽ ഇവർ മാനിക്കപ്പെട്ടെന്ന് പറയാൻ തക്കവണ്ണം അങ്ങേ പ്രഭാത മെസ്സേജിൽ ഇവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും പ്രയർ ലൈനിലൂടെ. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.